Good morning. Good morning, ma'am. Good morning, ma'am. Good morning, miss. Good morning, miss. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് മാർക്കറ്റിംഗ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു അല്ലേ? ഓക്കെ, ജസ്റ്റ് ആ ഒരു 3 ഡെഫിനിഷൻസ് മാത്രമല്ലേ പറഞ്ഞോളൂ? ഓക്കെ ഓക്കെ, എന്തായിരുന്നു ആ ഡെഫിനിഷൻസ് 3 നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, ഇപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഒരു 3 ഡെഫിനിഷൻസ് ആണ് പറഞ്ഞിരുന്നത്. അതിൽ ഫസ്റ്റ് ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഫസ്റ്റ് ഡെഫിനിഷൻ എന്താ പറഞ്ഞേ? എന്താണ് ഒരു മാർക്കറ്റിംഗ് എന്നാ പറഞ്ഞത്? ഇറ്റ്സ് എ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് മാനേജ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് from the producer to the consumer or user. എന്താണ് ഒരു പ്രൊഡ്യൂസർ, ഒരു പ്രൊഡക്റ്റ് അല്ലെ, ഒരു ഉൽപ്പന്നം, അത് ആരിൽ നിന്ന് ആരിലേക്കാണ്? ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ നിർമ്മാതാവിൽ നിന്ന് കൺസ്യൂമർ അല്ലെങ്കിൽ യൂസർ എന്ന് പറയുന്ന ആരാ? ഉപഭോക്താവ് അല്ലെ. ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തുന്നതിന് വേണ്ടി അല്ലെ, അതിന്റെ ആ ഒരു ഒഴുക്ക്, ആ ഒരു പ്രൊഡക്റ്റിന്റെ ആ ഒരു ഫ്ലോ, അതിന്റെ ആ ഒരു ഒഴുക്കിന്റെ ആ ഒരു ആക്ടിവിറ്റീസ്, അവിടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും, അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അവിടെ വെച്ചത് കൊണ്ട് കാര്യമില്ല അല്ലെ, ആ പ്രൊഡക്റ്റ് കൺസ്യൂമർ അല്ലെങ്കിൽ ഉപഭോക്താവിലേക്ക് എത്തണം. അതിനുവേണ്ടി ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ആ ഒരു ഫ്ലോ എങ്ങനെയാണ്, ആ ഒരു പ്രൊഡക്റ്റിന്റെ ഒഴുക്ക് ആ പ്രൊഡ്യൂസറിൽ നിന്ന് എന്താണ് ഉപഭോക്താവിലേക്ക് എത്തേണ്ടതായിട്ടുള്ള ഒരു ഒഴുക്കിനെ മാനേജ് ചെയ്യുന്ന എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എല്ലാ ബിസിനസ് പ്രവർത്തനങ്ങളെയും നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാക്കി വെച്ച ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തുന്നതിന് വേണ്ടി നടക്കുന്ന എല്ലാ ബിസിനസ് പ്രവർത്തനങ്ങളെയും നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം. രണ്ടാമതായി പറഞ്ഞത് ഇറ്റ് ഈസ് ദ ഡെവലപ്മെന്റ് ആൻഡ് സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ് അല്ലെ. നമ്മൾ തിരഞ്ഞെടുത്ത ഉപഭോക്തൃ വിഭാഗം അല്ലെ, ആർക്കാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ്, ആരെ ലക്ഷ്യം വെച്ചാണോ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്, അതാണ് സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത ഉപഭോക്തൃ വിഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത്. അവരിലേക്ക് എന്ത് ചെയ്യുന്നു? ആ സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുത്ത ഉപഭോക്തൃ വിഭാഗത്തിലേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, വികസിപ്പിക്കുന്നു. അത് സിസ്റ്റമാറ്റിക് ആയിട്ട്, അത് വ്യവസ്ഥാപിതമായത് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ എന്താ സെക്കൻഡ് ഡെഫിനിഷനിൽ പറഞ്ഞത്? സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ്, നമ്മൾ തിരഞ്ഞെടുത്ത ആ സെലക്ടഡ് ആയിട്ടുള്ള തിരഞ്ഞെടുത്ത ആ ഉപഭോക്തൃ വിഭാഗത്തിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും വികസിപ്പിക്കുകയും അതൊരു വ്യവസ്ഥാപിതമായി അവരിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്തതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഡെഫിനിഷനിൽ എന്താ പറഞ്ഞേ? മാർക്കറ്റിംഗ് is the functional management by an organization of its exchange relation with its various markets. എന്താ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? ഒരു ഫങ്ഷണൽ മാനേജ്മെന്റ്. എന്താണ്? അവിടുത്തെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ അവരുടെ എക്സ്ചേഞ്ച് റിലേഷൻ അല്ലെങ്കിൽ വിനിമയ ബന്ധം ആരുമായിട്ടുള്ളതാ? വേരിയസ് മാർക്കറ്റ്സ്, പല വിപണികളുമായിട്ടുള്ള അവരുടെ വിനിമയ ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു 3 ഡെഫിനിഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ആ 3 ക്ലിയർ ആണോ? ഏതെങ്കിലും ഡെഫിനിഷനിൽ ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് വൺ നോട്ട് ചെയ്ത് വെക്കുകയും വേണം കേട്ടോ. ഓക്കെ ആണോ? ആ 3 ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. Marketing in hospital is fundamentally the same as that of any business organization. ഏതൊരു ബിസിനസ് സ്ഥാപനത്തെയും ഉള്ളതുപോലെ തന്നെ, അതായത് ഏതൊരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടും എങ്ങനെയാണോ മാർക്കറ്റിംഗ് ചെയ്യുന്നത് അതുപോലെ തന്നെ അടിസ്ഥാനപരമായി സിമിലർ ആണ് നമ്മുടെ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഫണ്ടമെന്റലി അടിസ്ഥാനപരമായിട്ട് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലെയും മാർക്കറ്റിംഗ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലിലെയും
മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. But marketing is still treated as an unorthodox mode of promoting or selling health care. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ പ്രചരിപ്പിക്കുക, ഓർ സെല്ലിംഗ് എന്താണ് വിൽപ്പന നടത്തുക എന്ന രീതിയിലുള്ള ഒരു യാഥാസ്ഥിതികമല്ലാത്ത രീതിയിലുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിനെ കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ നമുക്കൊരു മാർക്കറ്റിംഗ്, ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു ഇതൊരു നെഗറ്റീവ് രീതിയിലാണ് പറയുന്നത് കേട്ടോ. ബട്ട് മാർക്കറ്റിംഗ് സ്റ്റിൽ ട്രീറ്റഡ് ആസ്, അതായത് ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിംഗ്, അതായത് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഇപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു യാഥാസ്ഥിതികമായിട്ടാണ്. അല്ലെങ്കിൽ എന്താ, ഒന്നില്ലെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വിൽക്കുന്നതിനോ വേണ്ടി മാത്രമുള്ള ഒരു രീതിയായിട്ടാണ് മാർക്കറ്റിംഗിനെ കാണുന്നത്. എന്നാൽ ഇനി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിക്കും ഒരു പ്രൊമോഷൻ ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ വിൽപ്പന എന്നത് മാത്രമല്ല, അതിൽ ഉപരി പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ പോലും നിങ്ങളോട് മിസ് ആദ്യം ചോദിച്ചില്ലേ എന്താണ് ഒരു മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചപ്പോ ഒത്തിരി പേര് പറഞ്ഞിരുന്നു അല്ലെ, സെല്ലിംഗ് ആണ് എന്ന് പറഞ്ഞിരുന്നില്ലേ? ആണോ? പറഞ്ഞിരുന്നു, ഒത്തിരി പേര് പറഞ്ഞു എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, സെല്ലിംഗ് ആണെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ ആ ഒരു സെല്ലിംഗ് അല്ലെങ്കിൽ ഒരു വിൽപ്പന മാത്രമാണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ബേസ് ആണ് ഇതാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ഏതൊരു ബിസിനസ് സ്ഥാപനത്തെ ബേസ് ഇതാണെങ്കിലും പണ്ട് മുതലേ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നമ്മള് നിലവില് കണക്കാക്കപ്പെടുന്നത് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം അവിടുത്തെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണെന്നാണ്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസിനെ കുറിച്ചോ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ സെയിൽ ചെയ്യുക എന്നൊരു രീതിയിലാണ് ഇപ്പോഴും മാർക്കറ്റിംഗിനെ കണക്കാക്കുന്നത്. ഇനി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നതോ മാത്രമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആണോ? രണ്ട് പോയിന്റ്സ് ക്ലിയർ ആണോ? ജസ്റ്റ് ഇത്രയും മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ആദ്യം പറഞ്ഞ പോയിന്റ് എന്താ, ഏതൊരു ബിസിനസ് സ്ഥാപനത്തെയും പോലെ തന്നെ അടിസ്ഥാനപരമായി ഹോസ്പിറ്റൽ മാർക്കറ്റിംഗും സിമിലർ തന്നെയാണ് അല്ലെങ്കിൽ സെയിം തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. അവിടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇവിടെ സർവീസ് ആണ്, അതുമായി ബന്ധപ്പെട്ട ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ. പക്ഷെ ഫണ്ടമെന്റലി ഇതെല്ലാം സെയിം തന്നെയാണ് എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മിസ്കോൺസെപ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്താണ്? അതാണ് മിസ്കോൺസെപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. മിസ്കോൺസെപ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണ്? നോക്കിയേ, മാർക്കറ്റിംഗ് ഈസ് ജസ്റ്റ് സെല്ലിംഗ് അല്ലെ. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വെറും ഒരു വിൽപ്പന മാത്രമാണ് എന്നതൊരു തെറ്റിദ്ധാരണ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞത് നിങ്ങളും പറഞ്ഞത് അതുകൊണ്ട് തന്നെയല്ലേ ആ ഒരു ധാരണയാണ് നമ്മുടെ മനസ്സിലുള്ളത് അല്ലെ. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സെല്ലിംഗ് ആണ് അല്ലെങ്കിൽ ഒരു വിൽപ്പന മാത്രമാണ് എന്നൊരു ചിന്ത ഇപ്പോഴും അതൊരു തെറ്റിദ്ധാരണയാണ്. എന്നാൽ ആ ഒരു തെറ്റിദ്ധാരണ ഇപ്പോഴും ഒത്തിരി ആളുകളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സെല്ലിംഗ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ സെവറൽ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഫങ്ഷൻസ് നടക്കുന്നുണ്ട് അല്ലെ. അതിൽ ഒന്ന് മാത്രമാണ് എന്തെന്ന് പറയുന്നത്, സെല്ലിംഗ് എന്ന് പറയുന്നത്. നോക്കി, ഇനി എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്ന ഫങ്ഷൻസ് നോക്കി. മാർക്കറ്റിംഗ് ഹാസ് സെവറൽ ഫങ്ഷൻസ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഏതൊക്കെയാ മാർക്കറ്റിംഗിൽ വരുന്ന വിവിധ പ്രവർത്തനങ്ങൾ എന്നുള്ളത്. ലൈക്ക് നീഡ് അസസ്മെന്റ്. എന്താണ് ഇവിടെ നീഡ് അസസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആവശ്യകത വിലയിരുത്തുക. ആരുടെ ആവശ്യകതയാണ് നമ്മൾ ഇവിടെ വിലയിരുത്തേണ്ടത്? ആരുടെ ആവശ്യകതയാണ് വിലയിരുത്തേണ്ടത്? ആരുടെയാണ് ആവശ്യകത ഇവിടെ വിലയിരുത്തേണ്ടത്? ഹോസ്പിറ്റൽ ആവുമ്പോ പേഷ്യൻസിന്റെ, നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോ, ജനറൽ ആയിട്ട് ഒരു മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കസ്റ്റമറിന്റെ അല്ലെ. വെരി ഗുഡ്. പേഷ്യൻസ് ഹോസ്പിറ്റൽ ആവുമ്പോ പേഷ്യൻസിന്റെയാണ്. നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ കസ്റ്റമേഴ്സിന്റെ അല്ലെ. കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകൾ എന്താണ് വിലയിരുത്തുക. മാർക്കറ്റിംഗ് റിസർച്ച്, ഇതുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾ നടത്തുക. ആൻഡ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഉൽപ്പന്നം അല്ലെ, ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഉൽപ്പന്നം വികസിപ്പിക്കുന്നു.
പ്രൈസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പ്രൈസിംഗ് എന്താ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ അതിന് വില നിർണ്ണയിക്കണം അല്ലെ? അത് വില നിർണ്ണയിച്ചല്ലേ നമ്മൾ വിതരണം ചെയ്യുന്നത്. ഏതൊരു സാധനവും നമ്മൾ മാർക്കറ്റിൽ പോയാൽ നമ്മളൊരു സ്ഥലത്ത് പോയി കടയിൽ പോയി വാങ്ങുമ്പോൾ അതിനൊരു വില കൊടുക്കണം അല്ലെ? അപ്പൊ അതിന് വേണ്ടി നമ്മൾ പ്രൈസിംഗ് ചെയ്യുന്നു. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ അതിന് എന്ത് ചെയ്യുന്നു? വില നിർണ്ണയിക്കുന്നു. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതിനുശേഷം അതാത് ആളുകളിലേക്ക് അത് വിതരണം ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം എന്താണ്? മാർക്കറ്റിംഗിന്റെ ഉള്ളിൽ വരുന്ന വിവിധ പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഇതിൽ ഉൾപ്പെടുന്ന ഒരു പ്രവർത്തനം മാത്രമാണ് സെല്ലിംഗ് അല്ലെങ്കിൽ വിൽപ്പന എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റിംഗിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വെറും വിൽപ്പന മാത്രമാണ് എന്നതൊരു തെറ്റിദ്ധാരണയായിരുന്നു. സെല്ലിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിൽ ഒത്തിരി വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ ഉൾപ്പെടാം? അതില് ഏതൊക്കെയാണ് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങള്? നീഡ് അസസ്മെന്റ് അല്ലെ? ആവശ്യകതകൾ വിലയിരുത്തുന്നു, കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകൾ വിലയിരുത്തുന്നു, മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണങ്ങൾ നടത്തുന്നു, എന്താ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, പ്രൈസിംഗ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. അതിൽ ഉൾപ്പെടുന്ന ഒന്ന് തന്നെയാണ് സെല്ലിംഗ് അല്ലെങ്കിൽ വിൽപ്പന എന്ന് പറയുന്നത്. Then objective of marketing is to make selling surplus. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിന്റെ. ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ് is to make selling surplus. എന്താണ് സെല്ലിംഗ് സർപ്ലസ്? വിൽപ്പന വർദ്ധിപ്പിക്കുക അല്ലെ? ഏതൊരു മാർക്കറ്റിംഗിന്റെയും പ്രധാന ലക്ഷ്യമല്ലേ വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നുള്ളത്? ആണോ? അവരൊരു പ്രൊഡക്റ്റ്, അതെ, പ്രോഫിറ്റിന് വേണ്ടി, ശരിയാണ്, അവരൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ അത് മാക്സിമം എത്രത്തോളം നന്നായി അത് വിറ്റ് പോകുന്നു അതിനനുസരിച്ചാണ് അവർക്ക് ലാഭം കിട്ടുന്നത് അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലെ? അപ്പൊ അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഏതൊരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് ആക്ടിവിറ്റിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെ? വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ് അവർക്ക് പ്രോഫിറ്റ് ലഭ്യമാകുന്നത്. അതാണ് ഈ മാർക്കറ്റിംഗിന്റെ, ഏതൊരു മാർക്കറ്റിംഗിന്റെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ മിസ്കോൺസെപ്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ക്ലിയർ ആണോ? ബേസ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് ബാക്കിയുള്ളത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ഓക്കെ, അപ്പൊ മിസ് അടുത്ത ഭാഗത്തേക്ക് പോവാണേ. നെക്സ്റ്റ് വരുന്നത് ക്വാളിറ്റി എലോൺ അല്ലാട്ടെ, എലോൺ ആണ്. ജി മാറ്റി അവിടെ ഒന്ന് ഒരു ഇ ആക്കാം. ALONE, എലോൺ. ക്വാളിറ്റി എലോൺ ഇസ് നോട്ട് ഇനഫ്. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോ നമ്മളും സാധനങ്ങളൊക്കെ വാങ്ങാൻ നിങ്ങളും പോവാറുണ്ട് അല്ലെ? അപ്പൊ സാധനം വാങ്ങുമ്പോ നമ്മളൊരു ക്വാളിറ്റി മാത്രം നമ്മൾ നോക്കിയാല് സാധനത്തിന്റെ വില എങ്ങനെയായിരിക്കും? ആ ഒരു ക്വാളിറ്റി മാത്രം നോക്കിയാണോ നമ്മൾ സാധനങ്ങൾ വാങ്ങാം? ആണോ? ക്വാളിറ്റി മാത്രമാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? അല്ല, വിലയും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്താണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് അല്ലെ? അപ്പൊ ഇവിടെയും അത് തന്നെയാ പറയുന്നത്. നോക്കിയേ, ക്വാളിറ്റി എലോൺ ഈസ് നോട്ട് ഇനഫ്. എന്താണ്? ക്വാളിറ്റിക്ക് മാത്രമല്ല നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് അല്ലെ? എപ്പോഴും നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ്, ക്വാളിറ്റിക്ക് മാത്രമല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കാറ് അല്ലെ? ഇവിടെ രണ്ട് എക്സാമ്പിളുകളിലൂടെയാണ് നമുക്കത് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എക്സാമ്പിൾ ഓഫ് പയനിയർ ടൂൾ ആൻഡ് ഡൈ കമ്പനി. അതൊരു സ്ഥാപനത്തിന്റെ പേരാണ് കേട്ടോ, ഒരു കമ്പനിയുടെ പേരാണ് പയനിയർ ടൂൾ ആൻഡ് ഡൈ കമ്പനി. ജസ്റ്റ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങൾ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ എന്തുകൊണ്ടാണ് ഈ ഒരു എക്സാമ്പിൾ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, പയനിയർ ടൂൾ ആൻഡ് ഡൈ കമ്പനി case of manufacturing perfectly engineered mousetrap. എന്താണ് മൗസ്ട്രാപ്പ്? വീടുകളിലുണ്ടോ? ആരുടെങ്കിലൊക്കെ വീട്ടിലുണ്ടോ മൗസ്ട്രാപ്പ്? ഉണ്ടോ? എന്താണ് ഒരു മൗസ്ട്രാപ്പ് എന്ന് പറഞ്ഞാല്? എലിക്കണി കണ്ടിട്ടുണ്ടോ? ഓക്കെ, കാരോന്റെ വീട്ടിലുണ്ട് അല്ലെ? ഒത്തിരി പേരുടെ വീട്ടിലൊക്കെ ഉണ്ട് അല്ലെ? നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതെ, എലിപ്പെട്ടി അല്ലെങ്കിൽ എലിക്കണി എന്ന് നമ്മൾ പറയും അല്ലെ? അത് തന്നെ. അപ്പൊ ഈ ഒരു പയനിയർ ടൂൾ ആൻഡ് ഡൈ കമ്പനി എന്ന് പറയുന്ന ആ ഒരു കമ്പനി എന്ത് ചെയ്തു? വളരെ പെർഫെക്റ്റ്ലി എഞ്ചിനീയർ ആയിട്ടൊരു മൗസ് ട്രാപ്പ് അല്ലെങ്കിൽ ഒരു എലിക്കണി നിർമ്മിച്ചു. അത് നല്ല
ക്വാളിറ്റിയിലായിരുന്നു അവർ ഉണ്ടാക്കിയിരുന്നത്. നല്ല ക്വാളിറ്റി ആവുമ്പോൾ നമ്മൾ അതിന്റെ വില എങ്ങനെയായിരിക്കും? നമ്മളൊരു നല്ല ക്വാളിറ്റിയിൽ ഒരു സാധനം ഉണ്ടാക്കി, അതിന്റെ വില നമുക്കപ്പോ കുറച്ചിടാൻ പറ്റുമോ? ഇല്ല അല്ലെ. സ്വാഭാവികമായിട്ടും അവർക്ക് വില കുറച്ചിടാൻ പറ്റില്ല, വില കൂടുതലായിരിക്കും അല്ലെ. ഹൈ കോസ്റ്റിലുമായിരുന്നു അവരത് നിർമ്മിച്ച് വിപണിയിലേക്ക് എത്തിച്ചത്. സോ there is no sales. 2 പ്രാവശ്യം നോ സെയിൽസ് വന്നിട്ടുണ്ട്, ഒരെണ്ണം മതി കേട്ടോ. നോ സെയിൽസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ failed to effectively market. അത് നല്ല ഫലപ്രദമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതിൽ അത് പരാജയപ്പെട്ടു. ഇവര് നല്ല വളരെ പെർഫെക്റ്റ്ലി എഞ്ചിനീയർഡ് ആയിട്ടൊക്കെ നല്ല രീതിയിലാണ് ആ ഒരു എലിക്കണി ഉണ്ടാക്കിയത്. ആ ഒരു എലിക്കണി നല്ല രീതിയിൽ ഉണ്ടാക്കി അവർ നല്ല ക്വാളിറ്റിയിൽ, അതാണ് ഇവിടെ നോക്കേണ്ടത് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയപ്പോ അതിനനുസരിച്ച് അതിന് വിലയും കൂടി അല്ലെ. എന്നാൽ ആ വിലയനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അവിടെ സെയിൽസ് എന്ത് ചെയ്തില്ല, ഉണ്ടായില്ല. നമ്മുടെ വീടുകളിലേക്ക് നമ്മളൊരു മൗസ് ട്രാപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോകുമ്പോ നമ്മൾ അതിന്റെ ക്വാളിറ്റി നല്ലതാണ് എന്ന് വിചാരിച്ച് അവർ പറയുന്ന അത്രയും വില കൊടുത്ത് നമ്മൾ ആ സാധനം വാങ്ങോ? ഒത്തിരി വില കൊടുത്ത് വാങ്ങോ? ഒരിക്കലും ഒത്തിരി വില കൊടുത്ത് നമ്മൾ ആ സാധനം വാങ്ങില്ല അല്ലെ. കാരണം എന്താ, മാർക്കറ്റില് അതിനനുസരിച്ച് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ കോമ്പീറ്റേഴ്സ് ആയിട്ടുള്ള മറ്റു ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ടാവും വില കുറച്ച് കിട്ടുന്നത് അല്ലെ. പ്രത്യേകിച്ച് ഒരു മൗസ് ട്രാപ്പ് എന്ന് പറയുമ്പോൾ ഒരു മൗസ് ട്രാപ്പിന് അത്ര നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കണം അല്ലെങ്കിൽ അതുപോലെ ഹൈ കോസ്റ്റ് കൊടുത്ത് നമ്മൾ വാങ്ങോ? ഇല്ല അല്ലെ. നമുക്ക് അതിൽ എപ്പോഴും അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യമല്ല. നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് അത്ര ക്വാളിറ്റിയിൽ അത്രയും കോസ്റ്റ് കൊടുത്ത് വാങ്ങേണ്ട കാര്യവുമില്ല അല്ലെ. അവരെന്താ ഉദ്ദേശിച്ചത്, നല്ല ക്വാളിറ്റിയിൽ കൊടുക്കണം. അതേസമയം തന്നെ ക്വാളിറ്റി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വില കുറച്ച് കൊടുക്കാനും സാധിക്കില്ല. കാരണം അത് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെതായ രീതിയിലുള്ള ചിലവുകൾ അവർക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ അവർക്കൊട്ടും ക്വാളിറ്റി കുറയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കോസ്റ്റും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് എന്താണ്, സ്വാഭാവികമായിട്ടും അതിന്റെ സെയിൽ ഉണ്ടായിരുന്നില്ല, വിറ്റുപോയില്ല അത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കറ്റിംഗില് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് വളരെ ഫലപ്രദമായിട്ട് ഉണ്ടാവാൻ പറ്റിയില്ല, അത് പരാജയപ്പെട്ടു. ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താ, ഫലപ്രദമായില്ല, അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ക്ലിയർ ആയോ? ഒരു എക്സാമ്പിൾ എന്താന്നുള്ളത് മനസ്സിലായോ? ഫസ്റ്റ് വൺ ക്ലിയർ ആണോ? ഓക്കെ, സെക്കൻഡ് നോക്കിയേ. അതുകൊണ്ട് ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ശരിക്കും എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെ, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോ ആ കസ്റ്റമേഴ്സിന്റെ ആവശ്യകത എന്താണ് എന്ന് മനസ്സിലാക്കി അവർക്ക് എങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വേണ്ടത് അല്ലെ എന്ന് മനസ്സിലാക്കിയാണ് ഇവർ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ അത് വിറ്റുപോയേനെ അല്ലെ. നല്ല ക്വാളിറ്റി ഒന്നും വേണ്ട, അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാവണം അല്ലെ. അതിനനുസരിച്ചുള്ളൊരു മിതമായ വിലയിലുമാണ് ഇവർ ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായേനെ, സെയിലായി പോയേനെ അല്ലെ. അപ്പൊ അത് അവര് മനസ്സിലാക്കാത്തത് കൊണ്ട് അവര് ക്വാളിറ്റിക്ക് മാത്രമാണ് പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് തന്നെ അത് ഫലപ്രദമായിട്ട് നമുക്ക് മാർക്കറ്റിംഗില് എത്തിക്കാനും സാധിച്ചില്ല. നന്നായിട്ട് സെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ബിസിനസ് പരാജയപ്പെടുകയുണ്ടായി. എന്നാൽ ഇവിടെ അടുത്തൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നോക്കിയേ, എ ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കസ്റ്റമർ നീഡ്സ് ആൻഡ് requirements is vital to successful marketing. എന്താ പറയുന്നേ, ഒരു വിജയകരമായ ഒരു മാർക്കറ്റിംഗിന് വേണ്ടി അവിടെ ആദ്യം ചെയ്യേണ്ട ഒരു സുപ്രധാന കാര്യം എന്ന് പറയുന്നത്, അവിടെ നമ്മൾ ഏത് ഗ്രൂപ്പ് ഓഫ് ആളുകളെ ലക്ഷ്യം വെച്ചാണോ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, ആ ലക്ഷ്യം വെച്ച കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും എന്ത് ചെയ്യണം, മനസ്സിലാക്കണം അല്ലെ. അതിനനുസരിച്ച് ഒരു പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് പൂർണ്ണമായിട്ടും ആ ഒരു മാർക്കറ്റിംഗിൽ അത് സക്സസ്ഫുൾ ആയിരിക്കും അല്ലെങ്കിൽ വിജയകരമായിരിക്കും. അതിനൊരു എക്സാമ്പിൾ ആണ് ഈ അടുത്തത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നല്ല സക്സസ്ഫുൾ ആയ ഒരു കമ്പനി കേട്ടിട്ടുണ്ടോ? എക്സാമ്പിൾ ഓഫ് കൊക്കക്കോള കമ്പനി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവല്ലോ, നമ്മൾ യൂസ് ചെയ്യാറൊക്കെ ഉണ്ട് അല്ലെ. നോക്കിയേ, ഗെറ്റ് റിഡ് ഓഫ് ഓൾഡ് കോക്ക് ആൻഡ് ഇൻട്രൊഡ്യൂസ് ന്യൂ കോക്ക്. അവരെന്ത് ചെയ്തു, അവരിടയ്ക്ക് അവർക്ക് ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിരുന്നു. കേട്ടിരുന്നോ? പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു അല്ലെ. അവർ എന്ത് ചെയ്തു, അവർ ആ ഒരു ബിസിനസ് അവിടെ നിർത്തിയോ അല്ലെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ? ഇല്ല. അവരെന്താ ചെയ്തത്, ഗെറ്റ് റിഡ് ഓഫ് ഓൾഡ് കോക്ക്. അവരുടെ പഴയ ആ സോഫ്റ്റ് ഡ്രിങ്കിന്റെ
ബോട്ടിലുകളിൽ വ്യത്യാസം വരുത്തി, ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും എല്ലാത്തിനും വിലയിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുത്തി അവരൊരു പുതിയ ഒരെണ്ണമായിട്ട് ഒരു പുതിയ ഉൽപ്പന്നമായിട്ട് അവർ എന്ത് ചെയ്തു, വിപണിയിലേക്ക് അത് എത്തിച്ചു. ആണോ? ഇപ്പോഴും ഉണ്ട് അല്ലെ ഈ ഒരു കൊക്കക്കോള കമ്പനിയുടെ പ്രൊഡക്ട്സ്, ഒത്തിരി പ്രൊഡക്ട്സ് നമ്മളിപ്പോ മാർക്കറ്റിൽ ലഭ്യമല്ലേ. അവരെന്ത് ചെയ്ത നമ്മുടെ കസ്റ്റമേഴ്സിന് ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണോ വേണ്ടത്, ഏത് വിലയിൽ കൊടുത്താൽ അവരത് വാങ്ങിക്കും, ഏത് രീതിയിൽ ഇങ്ങനെ ബ്രാൻഡ് ചെയ്താൽ അവരത് വാങ്ങിക്കും, ഏത് ഷേപ്പിലെ ബോട്ടിലുകളിലാണ് കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് ആളുകൾ എന്ന രീതിയിൽ അവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെന്ത് ചെയ്തു, കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ളൊരു പ്രൊഡക്റ്റ് ആക്കി ഒരു പുതിയ ഉൽപ്പന്നം എന്ന രീതിയിൽ പുതുതായി അവർ വിപണിയിലേക്ക് അതിനെ എത്തിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഒരു കൊക്കക്കോള കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റും വളരെ സക്സസ്ഫുൾ അല്ലേ, വിജയകരമായിട്ടല്ലേ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അല്ലെ. ഒരിക്കലും ആ ഒരു കമ്പനിക്ക് ഇതുവരെയും ക്ഷീണം വന്നിട്ടില്ല അല്ലെ. അത് ആ കസ്റ്റമേഴ്സ് ഒരു ക്വാളിറ്റിക്ക് മാത്രമല്ല ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്, ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ടാണ് അവിടെ ആ ഒരു മൗസ്റ്റാഗ് ഉണ്ടാക്കിയ ആ കമ്പനി പരാജയപ്പെട്ടു പോയത്. എന്നാൽ ഇവരിവിടെ ഫോക്കസ് ചെയ്തത് എന്താ, കസ്റ്റമേഴ്സിന് എങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണ് വേണ്ടത്, ഏത് റേറ്റിൽ കൊടുത്താൽ അവർ വാങ്ങും, എങ്ങനെ കൊടുത്താൽ അവരെ അട്രാക്ട് ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് അവർ പ്രിഫറൻസ് കൊടുത്തതും അവരെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇപ്പോഴും അത് വളരെ സക്സസ്ഫുൾ ആയി നിലനിൽക്കുന്നത്. അതാണ് നമ്മൾ ഫസ്റ്റ് ഹെഡിങ്ങിൽ പറഞ്ഞത്, ഒരിക്കലും ക്വാളിറ്റിക്ക് മാത്രമല്ല പ്രാധാന്യം നൽകേണ്ടത്. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയ രണ്ട് എക്സാമ്പിളുകൾ. ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ ആണ്. ഓക്കെ ഓക്കെ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. മാർക്കറ്റ് റിസർച്ച്. എന്തിനാണ് ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നത്? മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണങ്ങൾ ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ്? ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ആണ് കിട്ടുന്നത്. ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നത് വഴി നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുൻപ് ആ പ്രൊഡക്റ്റ് ഉൽപ്പന്നമാക്കുന്നതിന് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപ് നമ്മളൊരു ആശയം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാം എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇനി ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം അല്ലെ. ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയുള്ള കസ്റ്റമേഴ്സിനായിരിക്കും താല്പര്യം, ഏതൊക്കെ മേഖലകളിലാണ് അതിന് കൂടുതൽ പ്രിഫറൻസ് അവർ കൊടുക്കുന്നത് അല്ലെ, എത്ര രൂപയ്ക്ക് വെച്ചാൽ അവരത് വാങ്ങും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് റിസർച്ചിലൂടെ അല്ലെങ്കിൽ ഗവേഷണങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചുള്ളൊരു ആൻസർ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് കുറെ ക്വസ്റ്റ്യൻസുകൾക്ക് ആൻസറുകളാണ് നമുക്ക് ശരിക്കും ഈ ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നത് വഴി നമുക്ക് ലഭ്യമാകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് വാട്ട് ഡു കസ്റ്റമേഴ്സ് വാണ്ട്. എന്താണ് മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ എന്താണ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് എന്താണ് വേണ്ടത് അല്ലെ, ഏത് തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ആളുകൾക്ക് വേണ്ടത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം വാട്ട് പ്രൈസ് ഈസ് ഹി റെഡി ടു പേ. ഇനി എത്ര രൂപ അല്ലെ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സാധനം വാങ്ങാനായിട്ട് അവർ എത്ര രൂപ അല്ലെങ്കിൽ എത്ര വില തരാൻ തയ്യാറാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അവിടെ ഉപഭോക്താക്കൾക്ക് വേണ്ടത് എന്ന് മനസ്സിലാവും. മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നത് വഴി മനസ്സിലാവുന്ന കാര്യമാണ് മിസ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ, കസ്റ്റമേഴ്സിന്റെ ആവശ്യകത അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അവർക്ക്, എന്ത് രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അവർക്ക് വേണ്ടത് എന്ന് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം വാട്ട് പ്രൈസ് ഈസ് ഹി റെഡി ടു പേ. എത്ര രൂപ അവർ ഇതിനു വേണ്ടി ചിലവാക്കാൻ തയ്യാറാണ് അല്ലെ. നമ്മളാണെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മളൊരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ വാങ്ങാം. ഒരു സാധനം, ഒരു ഡ്രസ്സ് വാങ്ങാൻ പോയാലും നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും അല്ലെ, ഇത്ര രൂപയ്ക്കുള്ളിലാവണം,
എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം ഉണ്ടാവും അല്ലെ. ഇത്ര ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. അതിനുള്ളിൽ കിട്ടുന്ന ഡ്രസ്സുകളല്ലേ നമ്മൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ മറ്റെന്ത് സാധനമാണെങ്കിലും ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ കിട്ടുന്നതല്ലേ നമ്മൾ വാങ്ങുന്നത്. അപ്പൊ അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റിൽ വിപണിയിലെത്തിയാൽ അവർ എത്ര രൂപ അതിൽ വാങ്ങുവാൻ അവർ തയ്യാറായിരിക്കും എന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒത്തിരി വില ഒന്നും കൂട്ടിയാലൊന്നും ആരും വാങ്ങാൻ പോകുന്നില്ല അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു വില ഇടാനൊക്കെ ഇത് സഹായകമാണ്. മൂന്നാമതായിട്ട് വേർ ആൻഡ് വെൻ ഗുഡ്സ് ആർ റിക്വയർഡ്, എവിടെ എപ്പോഴാണ് ഈ പറയുന്ന സാധനങ്ങൾ കൂടുതൽ ആവശ്യമായി വരുന്നത്. നാലാമത്തത് മാർക്കറ്റിംഗ് ബിഗിൻ ബിഫോർ പ്രൊഡക്ഷൻ കം എബൌട്ട്. ഇനി എന്താ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ മാർക്കറ്റിംഗ് ആരംഭിക്കുന്നുണ്ട്. ഉണ്ടോ? ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചിലപ്പോൾ വിപണിയിലേക്ക് എത്തി, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില പരസ്യങ്ങളായിരിക്കും, അതായത് കമ്മിങ് സൂൺ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് ഒക്കെ വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു സർവീസ് ഹോസ്പിറ്റലിൽ വരാൻ പോകുന്നു. ചിലപ്പോ അത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടും കൂടി ഉണ്ടാവില്ല അവര്. ആ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോ ഉണ്ടാക്കി തുടങ്ങിയിട്ടും കൂടി ഉണ്ടാവില്ല. എന്നാൽ പോലും അവർ എന്ത് ചെയ്യുന്നു, അഡ്വർടൈസ്മെന്റ്സ് മുതലായവയിലൂടെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വിപണിയിലേക്ക് എത്താൻ പോകുന്നു എന്ന രീതിയിൽ പലതരത്തിലുള്ള പരസ്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അതെ, ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിൽ പലതരത്തിലുള്ള പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. ശരിക്കും ഇവർ ചിലപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടും ഉണ്ടാവില്ല, എന്നാൽ പോലും ആളുകളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഭാവിയിൽ വരാൻ പോകുന്നുണ്ട്, ഉടനെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ അത് അവൈലബിൾ ആയി കിട്ടാൻ പോകുന്നുണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി, അതാണ് അവിടെ പറയുന്നത് മാർക്കറ്റിംഗ് ബിഗിൻ ബിഫോർ പ്രൊഡക്ഷൻ കം എബൌട്ട്. ഒരു ഉൽപാദനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മാർക്കറ്റിംഗ് ആരംഭിക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വരുന്നത് മാർക്കറ്റിംഗ് എൻഡ്സ് ഇൻ ഫെയിലിയർ വെൻ ബിസിനസ് ഈസ് പ്രൊഡക്റ്റ് ഓറിയന്റഡ് റാദർ ദാൻ കസ്റ്റമർ ഓറിയന്റഡ്. മാർക്കറ്റിംഗ് എൻഡ്സ് ഇൻ ഫെയിലിയർ, മാർക്കറ്റിംഗ് പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ പരാജയപ്പെടുന്നത് എപ്പോഴാണ്? വെൻ ബിസിനസ് ഈസ് പ്രൊഡക്റ്റ് ഓറിയന്റഡ്. എങ്ങനെയാണ് ബിസിനസ് എങ്ങനെയാവുമ്പോഴാ? പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആവും. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. മാർക്കറ്റിംഗ് എൻഡ്സ് ഇൻ ഫെയിലിയർ, മാർക്കറ്റിംഗില് പരാജയപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, പരാജയത്തിൽ അവസാനിക്കുന്നത് എന്തുകൊണ്ടാണ്? വെൻ ബിസിനസ് ഈസ് പ്രൊഡക്റ്റ് ഓറിയന്റഡ് അല്ലെ. ആ ഉൽപാദനം അല്ലെങ്കിൽ ആ ഒരു ഉൽപ്പന്നത്തെ അടിസ്ഥാനമാക്കിയാണ് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആ ഒരു ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയെയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് നമ്മൾ നിർമ്മിക്കുന്നതെങ്കിൽ അത് ആ ഒരു മാർക്കറ്റിംഗ് എങ്ങനെയാ? പരാജയത്തിൽ അവസാനിക്കുന്നു. റാദർ ദാൻ കസ്റ്റമർ ഓറിയന്റഡ്. എന്താ ശരിക്കും എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത്? കസ്റ്റമർ ഓറിയന്റഡ് ആയിരിക്കണം അല്ലെ. ഉപഭോക്താക്കളെ അടിസ്ഥാനമാക്കി അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കിയാണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിപണിയിലേക്ക് എത്തിക്കുന്നതെങ്കിൽ ആ ഒരു ബിസിനസ് എങ്ങനെയായിരിക്കും? എങ്ങനെയാവും? ഫെയിൽ ആവോ സക്സസ് ആവോ? ഒരു കസ്റ്റമർ ഓറിയന്റഡ് ആണെങ്കിൽ ക്ലിയർ ആവുന്നുണ്ടോ മിസ് പറയുന്നത്? എങ്ങനെയായിരിക്കും? ഒരു കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ വിപണിയിലേക്ക് എത്തിക്കുന്നതെങ്കിൽ ആ ഒരു മാർക്കറ്റിംഗ് എങ്ങനെയാണ്? ഫെയിലിയർ ആവോ അതോ സക്സസ്ഫുൾ ആവോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. എന്താണ് മനസ്സിലായി നോക്കട്ടെ. ഫെയിൽഡ് ആവോ? സക്സസ്ഫുൾ ആയിരിക്കും അല്ലെ. എന്തുകൊണ്ടാണ്? അത് കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് ആണുള്ളത് അല്ലെ. എന്നാൽ അത് പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആവുമ്പോൾ അല്ലെങ്കിൽ ആ ഉൽപാദനത്തെ അല്ലെങ്കിൽ ഉൽപ്പന്നത്തെ അടിസ്ഥാനമാക്കി നമ്മൾ നേരത്തെ പറഞ്ഞു ക്വാളിറ്റിയെ നോക്കി അല്ലെ, അല്ലെങ്കിൽ അതിന്റെ മറ്റ് ഫീച്ചേഴ്സ് മാത്രം കൺസിഡർ ചെയ്താണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഒരു മാർക്കറ്റിംഗ് എങ്ങനെയാവാം? എൻഡ്സ് ഇൻ ഫെയിലിയർ, അത് പരാജയത്തിൽ അവസാനിച്ചേക്കാം. അപ്പൊ നോക്കിയേ, മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസിനാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നത് അല്ലെ. എന്തായിരുന്നു ഫസ്റ്റ് പറഞ്ഞത്? വാട്ട് ഡു കസ്റ്റമേഴ്സ് വാണ്ട്? കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് എന്താണ് വേണ്ടത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതായിട്ട് വാട്ട് പ്രൈസ് ഈസ് ഹി റെഡി ടു പേ? എത്ര രൂപ അവർ ഈ ഒരു ഉൽപ്പന്നത്തിന് ചിലവാക്കാൻ തയ്യാറാണ് അല്ലെ. മൂന്നാമതായിട്ട് വേർ ആൻഡ് വെൻ ഗുഡ്സ് ആർ റിക്വയർഡ്? എവിടെ എപ്പോഴാണ് ഈ സാധനങ്ങൾ ആവശ്യമായി വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിൽ
ഉൽപാദനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മാർക്കറ്റിംഗ് നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. അതുപോലെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അത് പരാജയത്തിൽ അവസാനിക്കണമെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കണം? പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണെങ്കിൽ അത് പരാജയത്തിൽ അവസാനിക്കുന്നു. എന്നാൽ കസ്റ്റമർ ഓറിയന്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഉപഭോക്താക്കളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് വളരെ സക്സസ്ഫുൾ ആയി മാർക്കറ്റിംഗിൽ വിജയകരമായി മുന്നോട്ട് പോവുകയും ചെയ്യും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ മാർക്കറ്റ് റിസർച്ച്. ക്ലിയർ ആണോ? മാർക്കറ്റ് റിസർച്ച് ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ഇനി നമ്മളെ നെക്സ്റ്റ് ഒരു ഭാഗമാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. എന്താണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ? മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ അല്ലെ. ഫസ്റ്റ് പോയിന്റ് ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോ. എഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻസ് വിത്ത് കൺസ്യൂമേഴ്സ്. ഒരു ഫലപ്രദമായ മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് ആരിൽ നിന്നാണെന്നാ പറയുന്നേ? കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കളിൽ നിന്നാണ് അല്ലെ. എപ്പോഴും നമ്മുടെ ഉപഭോക്താക്കളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് അല്ലെ. ഏതൊരു ബിസിനസ്സിനും അവരുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ആണ് വളരെ പ്രധാനപ്പെട്ട ആളുകൾ. അപ്പൊ അവരിൽ നിന്നാണ് വളരെ ഫലപ്രദമായ ഒരു മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. Once the target segment of consumers is identified and their requirements evaluated, working out strategies is the next step. ഇനി നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ ടാർഗറ്റ് സെഗ്മെന്റ് ഓഫ് കൺസ്യൂമേഴ്സ്, നമ്മുടെ ആ ഒരു ഉപഭോക്തൃ വിഭാഗം അല്ലെ, നമ്മൾ ആ തിരഞ്ഞെടുത്ത ഉപഭോക്തൃ വിഭാഗത്തിനെ നമ്മൾ കണ്ടെത്തുന്നു അല്ലെങ്കിൽ തിരിച്ചറിയുന്നു. അവരുടെ ആവശ്യകതകൾ വിലയിരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ആണ് വർക്കിംഗ് ഔട്ട് സ്ട്രാറ്റജീസ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നതാണ്. ആദ്യം ഒരു മാർക്കറ്റിംഗ് എപ്പോഴും ആരിൽ നിന്നാണ് ആരംഭിക്കുന്നത്? ഒരു വളരെ ഫലപ്രദമായ മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് ഉപഭോക്താക്കളിൽ നിന്നാണ്, ഈ കൺസ്യൂമേഴ്സിൽ നിന്നുമാണ്. അപ്പൊ ഏത് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഉപഭോക്തൃ വിഭാഗം, ടാർഗറ്റ് സെഗ്മെന്റ് ഓഫ് കൺസ്യൂമേഴ്സ്, ആ ഉപഭോക്തൃ വിഭാഗം ഏതാണോ അവരെ തിരഞ്ഞെടുക്കുകയും അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അതിനു വേണ്ടിയുള്ള, അതായത് നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് ചെയ്യാൻ ആവശ്യമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നതാണ്. ക്ലിയർ ആണോ? ഫസ്റ്റ് രണ്ട് പോയിന്റ് ഓക്കെ ആണോ? റിപ്പീറ്റ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് 4 P's ഓഫ് മാർക്കറ്റിംഗ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒക്കെ 4 പോയിന്റ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒക്കെ എപ്പോഴും ഷുഗർ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന, ഫ്രീക്വന്റ്ലി കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒരു 4 P's ഓഫ് മാർക്കറ്റിംഗിൽ ഉൾപ്പെടുന്നവ ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണ് എന്നും ചോദിക്കാറുണ്ട് കേട്ടോ. ഏതൊക്കെയാ 4 P's ഓഫ് മാർക്കറ്റിംഗിൽ വരുന്നത്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ അല്ലെ. അപ്പൊ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? അതൊരു ഉൽപ്പന്നം അല്ലെ. ആ ഒരു പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈസ് ഇടുന്നുണ്ട് അല്ലെ, വില നിർണ്ണയിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ ഏതെങ്കിലും പ്ലേസ് എന്താ? ഒന്നുമില്ലെങ്കിൽ ആ ഉൽപാദനം നടത്തുന്ന സ്ഥലമാവാം, അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുന്ന ഇടമാവാം. ആണോ? പ്രൊമോഷൻ, ഒരു സാധനം ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയോ? അതുമായി ബന്ധപ്പെട്ട് പ്രൊമോഷൻസ് ചെയ്യണം അല്ലെ. ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. ആരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്? അവിടെ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏത് സ്ഥാപനമാണോ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് അവരും നമ്മുടെ കസ്റ്റമേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ശരിക്കും പ്രൊമോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഈ 4 ഘടകങ്ങളും ഒരുമിച്ച് വന്നാൽ, അതെ, സെല്ലർ ആൻഡ് കൺസ്യൂമർ ശരിയാണ്, കസ്റ്റമർ ശരിയാണ് കേട്ടോ. അപ്പൊ ഈ 4 പ്രൊഡക്റ്റും ഒരുപോലെ ഒരുമിച്ച്
എന്ത് ചെയ്യാം, വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയ ഒരു മാർക്കറ്റിംഗിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അല്ലെ. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, ഇതെല്ലാം അതുമായി ഒന്നിനോടൊന്ന് കണക്ട് ചെയ്താ വരുന്നത് അല്ലെ. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അതിന് പ്രൈസ് വില നിർണ്ണയിക്കുന്നു, അത് ആവശ്യമായ ഇടങ്ങളിൽ വിതരണം ചെയ്യുന്നു, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പല ആളുകളെയും അതിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊമോഷൻസ് കൊടുക്കുന്നു അല്ലെ. ഇത് നാലും എന്താണ്, ഒന്നിനോടൊന്ന് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇടപഴകൽ നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ 4 P's ഓഫ് മാർക്കറ്റിംഗിൽ വരുന്ന 4 എണ്ണവും നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. മാറിപ്പോവരുത്. വേറെ ഏതൊരു വേർഡ് വന്നാലും ഇതിൽ ഉൾപ്പെടുന്നതല്ല എന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. അത് അപ്പോഴാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ. ഇതിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കണേ. ഇമ്പോർട്ടന്റ് ഭാഗമാണ് കേട്ടോ. ഇനി നമ്മളെ നെക്സ്റ്റ് നമ്മൾ ഈ 4 സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തന്ത്രങ്ങളാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, പ്രൊമോഷണൽ സ്ട്രാറ്റജി ആൻഡ് പ്രൈസിംഗ് സ്ട്രാറ്റജി. നോക്കി, അതില് ഫസ്റ്റ് വൺ ആണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് കേട്ടോ. ഈ 4 P's ഓഫ് മാർക്കറ്റിംഗിലെ ഓരോ സ്ട്രാറ്റജിയെ കുറിച്ചും നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ മാർക്കറ്റിംഗ് മിക്സ്. അതും ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ദ മിക്സിംഗ് ഓഫ് ദ 4 strategies for a successful marketing program and for the containment of the chosen consumer segment is called the marketing mix. എന്താണ് ഒരു മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്? ദ മിക്സിംഗ് ഓഫ് 4 മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഏതൊക്കെയാണ് 4 മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്? അതും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതൊക്കെയാണ് 4 മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്? ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് 4 മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്? 4 മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, പ്രൊമോഷണൽ സ്ട്രാറ്റജി ആൻഡ് പ്രൈസിംഗ് സ്ട്രാറ്റജി. ഈ 4 സ്ട്രാറ്റജീസ് നമുക്ക് ചോദിക്കാം ഏതൊക്കെയാണ് മാർക്കറ്റിംഗിൽ ഉൾപ്പെടുന്ന 4 സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഉൾപ്പെടുന്ന സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്? അതിൽ 3 എണ്ണം തന്നിട്ടുണ്ടാവും. ഓൾ ഓഫ് ദ എബോവ് ആവാം. അല്ലെങ്കിലോ ഇതിൽ ഉൾപ്പെടാത്തത്, അതായത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ ഉൾപ്പെടാത്തവ ഏതാണ്, അത് സെലക്ട് ചെയ്യാനായിട്ടും ചോദിക്കാറുണ്ട്. ആ ഒരു 4 എണ്ണം നിങ്ങൾക്ക് എളുപ്പമുണ്ട് അല്ലെ. 4 P's പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ സ്ട്രാറ്റജി ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ അത് കിട്ടില്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, എന്താണ് ഈ ഒരു മാർക്കറ്റിംഗ് മിക്സ് എന്നാണ് പറയുന്നത്? ദ മിക്സിംഗ് ഓഫ് ദ 4 സ്ട്രാറ്റജീസ്. ഈ 4 മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെയും ഒരു മിക്സിംഗ് അല്ലെങ്കിൽ ഒരു മിശ്രണമാണ് മാർക്കറ്റിംഗ് മിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മിക്സ് എന്നുള്ള വേർഡ് വരുമ്പോൾ തന്നെ അറിയാലോ, മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് ഈ 4 മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെയും ഒരു മിശ്രണമാണ്. കിട്ടിയല്ലോ? എന്തിനു വേണ്ടിയാണ് ഇത് മിക്സ് ചെയ്യുന്നത്? For a successful marketing program, ഒരു വിജയകരമായ ഒരു മാർക്കറ്റിംഗ് പ്രോഗ്രാമിന് വേണ്ടിയും and for the contentment എന്ന് പറഞ്ഞാൽ സംതൃപ്തി അല്ലെ of the chosen consumer segment. നമ്മൾ ചൂസ് ചെയ്താൽ നമ്മൾ തിരഞ്ഞെടുത്ത ആ ഉപഭോക്തൃ വിഭാഗത്തിന്റെ സംതൃപ്തിക്കും നല്ല വിജയകരമായ ഒരു മാർക്കറ്റിംഗ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സക്സസ് ആ മാർക്കറ്റിംഗ് വളരെ വിജയകരമാവുന്നതിന് വേണ്ടിയും ആ ടാർഗറ്റഡ് ആയിട്ടുള്ള നമ്മൾ തിരഞ്ഞെടുത്ത ഉപഭോക്തൃ വിഭാഗത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ, അവരെ സംതൃപ്തിപ്പെടുത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4 സ്ട്രാറ്റജീസിനെയും കൂടി മിക്സ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ 4 സ്ട്രാറ്റജീസിന്റെയും ഒരു മിശ്രണമാണ് മാർക്കറ്റിംഗ് മിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? The mixing of the 4 marketing strategies is dash എന്ന് ചോദിക്കാം. ഏതാണ്? ഫുള്ളൊന്നും എഴുതൂല കേട്ടോ. ആ ഒരു 4 മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെ മിക്സിങ്ങിനെ വിളിക്കുന്ന പേര് എന്താണ് എന്ന് ചോദിക്കാം. ഏതാണത്? മാർക്കറ്റിംഗ് മിക്സ് ആണ്. ഓക്കെ ആണല്ലോ? അത്രയും ക്ലിയർ ആണോ? ഇനി ഓരോ ഭാഗത്തേക്ക് മിസ് കിടന്നോട്ടെ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഓരോ സ്ട്രാറ്റജിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഉൽപ്പന്നം അല്ലെ. ആ ഒരു ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങള്. നോക്കിയേ, ഡിസിഷൻ അബൌട്ട് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. ഈ ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഈ 4 എണ്ണത്തിന്റെയും പോയിന്റ്സ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമായതുകൊണ്ട് തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. എല്ലാ പോയിന്റ്സും വളരെ മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ ചെറിയ പോയിന്റ്സേ കൊടുത്തിട്ടുള്ളൂ. അതൊന്നും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതുകൊണ്ടാണ് പ്രത്യേകം മീൻസ് ഓരോ പോയിന്റ് നോട്ട് ചെയ്യാൻ പറയുന്നില്ല. നിങ്ങൾ അത് 4 എണ്ണവും ഒന്ന് മനസ്സിലാക്കി വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണേ. ഓക്കെ,
നോക്കിയ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഒരു ചാപ്റ്റർ, ചെറിയൊരു ചാപ്റ്റർ ആണെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. നോക്കിയ ഫസ്റ്റ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങള്, ഡിസിഷൻ അബൌട്ട് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് അല്ലെ, ഒരു പുതിയ പ്രൊഡക്റ്റ് വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങള് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ കീഴിലാണ് എടുക്കുന്നത്. ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമല്ലോ അല്ലെ, ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. Then product strategy consists of offering the right consumer. ചോദിക്കാട്ടോ എന്താണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഡാഷ് കൺസിസ്റ്റ് ഓഫ് offering the right consumer goods and services to the right target audience. എന്താണ് ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ it consists of offering the right consumer goods, ശരിയായ ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസുകൾ, സാധനങ്ങളും സേവനങ്ങളും to the right target audience, ശരിയായ കസ്റ്റമർ. ഇവിടെ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ് ഉദ്ദേശിക്കുന്നത് ശരിയായ കസ്റ്റമേഴ്സിലേക്ക് അല്ലെ, ശരിയായ കസ്റ്റമേഴ്സിലേക്ക് ശരിയായ സാധനങ്ങളും സേവനങ്ങളും നൽകുക എന്നതാണ് ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ പ്രധാനം എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് ഓറിയന്റഡ് അല്ലേ ഇവിടെ അല്ലെ, ഇത് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നത്തെ ബേസ് ചെയ്തല്ലേ പറയുന്നത്. അപ്പൊ ശരിയായ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ശരിയായ സാധനങ്ങളും സേവനങ്ങളും ശരിയായ കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ ശരിയായ ടാർഗറ്റ് ഓഡിയൻസ്, നമ്മുടെ ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ ഓഡിയൻസ് അല്ലെങ്കിൽ ഉപഭോക്താക്കളിലേക്ക് നൽകുക. ക്ലിയർ അല്ലേ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് quality, new product, package design, brand names, research and development. ഇനി ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ആ ഒരു പുതിയ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, ഗുണനിലവാരം, അതുപോലെ അത് എങ്ങനെയായിരിക്കണം പാക്കേജ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വിപണിയിൽ കിട്ടുമ്പോൾ അതിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ. അതിന്റെ പാക്കേജ് ഉണ്ടാവും അല്ലെ, പാക്കേജ് നല്ല നമ്മൾ അട്രാക്ട് ചെയ്യുന്ന രീതിയിലല്ലേ വിപണിയിൽ എത്താറ് അല്ലെ. അതുപോലെ അതിൽ പലതരത്തിലുള്ള ഡിസൈനുകൾ ചെയ്തിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഓരോ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട പല വ്യത്യസ്തമായ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പാക്കേജിങ്ങും ഡിസൈനും അതുപോലെ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാവും ഇല്ലേ? ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെതായ ഒരു ബ്രാൻഡ് നെയിം ഇല്ലേ? നമ്മൾ ഈ പഠിച്ചില്ലുമ്പോ എന്ത് പ്രൊഡക്റ്റ് ആണ് വേണ്ടത് അതിന്റെ പേര് പറഞ്ഞില്ല, ബ്രാൻഡ് നെയിം പറഞ്ഞില്ല നമ്മൾ ആ സാധനം വാങ്ങുന്നേ അല്ലെ. അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ ഉൾപ്പെടുന്നുണ്ട്. ആൻഡ് ഓൾസോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ഉൾപ്പെടാൻ അതെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കവറിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ. അതിനുശേഷം അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോ അവിടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്? മാർക്കറ്റ് റിസർച്ച് ചെയ്യണം അല്ലെ, ഗവേഷണങ്ങൾ ചെയ്യണം. ആ അവിടുത്തെ ആളുകളുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകള് മനസ്സിലാക്കാനും അതിനനുസരിച്ച് വേണം ഒരു പ്രൊഡക്റ്റ് ഉൽപാദനം നടത്താനായിട്ട് അല്ലെങ്കിൽ വികസിപ്പിക്കാനായിട്ട്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ ഉള്ളിൽ ഉൾപ്പെടുന്നവയാണ്. Then the aim of product strategy, അതും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ പ്രധാന എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ്? ഈസ് ടു ഇവോൾവ് പ്രൊഡക്ട്സ് ദാറ്റ് വിൽ മീറ്റ് ബയേഴ്സ് എക്സ്പെക്ടേഷൻ. എന്താണ്? വാങ്ങുന്ന ആളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചു നൽകുക അല്ലെ. ഒരു ബയേഴ്സിന്റെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ അവർ വാങ്ങുന്ന ആളുടെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുക? വികസിപ്പിച്ച് നൽകുക എന്നതാണ് ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ ഒന്നുകൂടി മിസ് പറയാം, ഒന്ന് ശ്രദ്ധിക്കട്ടോ. പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ വികസനവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങള് ഇവിടെയാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത്. അപ്പൊ അതില് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓഫറിംഗ് ദ right consumer goods and services to the right target audience. ശരിയായ സാധനങ്ങളും സേവനങ്ങളും ശരിയായ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നൽകുക. ക്ലിയർ ആണല്ലോ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആ പുതിയ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കണം, അതെങ്ങനെ പാക്കേജിങ് ചെയ്യണമെന്ന് തീരുമാനിക്കണം, ഡിസൈൻ എങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു, ബ്രാൻഡ് നെയിമുകൾ നൽകുന്നു, ഇതുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ നടത്തുന്നു, പ്രൊഡക്റ്റ് വികസിപ്പിക്കുന്നു. ഇതെല്ലാം പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ വരുന്ന കാര്യങ്ങളാണ്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്
ബയേഴ്സ് എക്സ്പെക്ടേഷൻ ടു ബി മീറ്റ് ബയേഴ്സ് എക്സ്പെക്ടേഷൻ, അവർ വാങ്ങാൻ വരുന്ന ആളുകളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം ഡെവലപ്പ് ചെയ്ത് നൽകേണ്ടത്. അതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി. ക്ലിയർ ആണോ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ക്ലിയർ ആണോ? ക്ലിയർ ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്ലേസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. ചോദിക്കാട്ടോ, ഏത് സ്ട്രാറ്റജിയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് കൂടി അറിയപ്പെടുന്നത്? വിച്ച് സ്ട്രാറ്റജി ഈസ് ഓൾസോ നോൺ ആസ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് ചോദിക്കാം. ഏത് സ്ട്രാറ്റജിയാണ്? പ്ലേസ് സ്ട്രാറ്റജിയാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് കൂടി അറിയപ്പെടുന്നത് കേട്ടോ. അത് മാത്രമേ രണ്ട് പേരുകളിൽ വരുന്നുള്ളൂ. അത് മാറിപ്പോവാതെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പ്ലേസ്, അവിടെ നമ്മുടെ സ്ഥലത്താണോ നമ്മൾ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് അല്ലെ? ഒരു സ്ഥലത്തല്ലേ നമ്മൾ വിതരണം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ഓൺലൈൻ ആയിട്ട് സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ പറയുന്നിടത്ത് അവരെന്ത് ചെയ്യും? അത് വിതരണം ചെയ്ത് തരുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ഇതൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മാറിപ്പോവില്ല കേട്ടോ. ഓക്കെ, എന്താണ് ഒരു പ്ലേസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്? എ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഈസ് എ മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ടു എൻഡ് യൂസേഴ്സ്. അതായത് എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അന്തിമ ഉപഭോക്താക്കളിലേക്ക് സാധനങ്ങളും സേവനങ്ങളും വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, ആ പ്രൊഡക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അത് ആളുകളുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകൾക്കനുസരിച്ച് അതെങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, അതെങ്ങനെ ബ്രാൻഡ് ചെയ്യണം, എങ്ങനെ ഡിസൈൻ ചെയ്യണം, എന്നൊക്കെയായിരുന്നു അല്ലെ? അതേസമയം പ്ലേസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ വരുമ്പോൾ ഇതെങ്ങനെ വിതരണം ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? എൻഡ് യൂസേഴ്സ് അല്ലെങ്കിൽ അന്തിമ ഉപഭോക്താക്കളിലേക്ക് സാധനങ്ങളും സേവനങ്ങളും വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഡിസിഷൻസ് വിത്ത് റിഗാർഡ് ടു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്, അതായത് ഭൗതികപരമായിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ ഈ സാധനങ്ങള് വിതരണം ചെയ്യേണ്ടത് അതിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. ഇപ്പൊ നമുക്ക് പല രീതിയിൽ സാധനങ്ങൾ വിതരണം ചെയ്യാം അല്ലെ? അപ്പൊ അതിൽ ഏത് രീതിയിലൂടെ ആയിരിക്കണം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. അത് ആളുകളിലേക്ക് എത്തിക്കണം അല്ലെ? അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ അന്തിമ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി നമ്മൾ ഏത് രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിതരണ തന്ത്രമാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള വിതരണ രീതിയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നവിടെ തീരുമാനിക്കുന്നുണ്ട്. അതായത് റൈറ്റ് ഗുഡ്സ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്, ശരിയായ സാധനങ്ങൾ ശരിയായ സമയത്തും ശരിയായ സ്ഥലത്തും എത്തിച്ചു നൽകുക ആണോ? ഇപ്പൊ നമ്മളൊരു സാധനം ഓൺലൈനിൽ നിങ്ങൾ കുറെ പേര് ഓർഡർ ചെയ്യാറുണ്ടാവുമല്ലോ അല്ലെ? പല ചാനലുകളുണ്ട്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, പിന്നെ ഒത്തിരി മീഡിയാസ് ഒക്കെ ഉണ്ട് അല്ലെ? ഒത്തിരി ആപ്ലിക്കേഷൻസ് ഒക്കെ, അതെ, മീഷോ, ഒരുപാട് പേര് ഇതുണ്ട് അല്ലെ? അവിടെയൊക്കെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാറുണ്ടോ? സാധനങ്ങളൊന്ന് പർച്ചേസ് ചെയ്യാറുണ്ടോ? ഉണ്ട്. അതെങ്ങനെയാണ് നമുക്ക് അത് വിതരണം ചെയ്യുന്നത്? നമ്മൾ പറയുന്ന സ്ഥലത്ത് ഒരു പറയുന്ന സമയത്ത് നമുക്ക് അവർ വിതരണം ചെയ്ത് തരാറുണ്ട് അല്ലെ? നമ്മൾ അത് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അത് ഓർഡർ ചെയ്ത സമയത്ത് തന്നെ നമ്മളോട് പറയും ഇന്ന സമയത്ത് ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന ദിവസം ഇന്ന സമയത്തിനുള്ളിൽ നമുക്ക് ആ സാധനം ഡെലിവർ ചെയ്ത് കിട്ടും എന്ന് പറയാറുണ്ട് അല്ലെ? ആ കറക്റ്റ് ദിവസത്തിനുള്ളിൽ നമുക്ക് അത് അവിടെ കിട്ടിയില്ലെങ്കിലോ നമ്മൾ പിന്നെ അവരിൽ നിന്ന് അത് പർച്ചേസ് ചെയ്യോ? മറ്റെന്തെങ്കിലും സാധനങ്ങള് പിന്നെ പർച്ചേസ് ചെയ്യോ?
ഇല്ല അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ കസ്റ്റമേഴ്സിനെ നമുക്ക് നഷ്ടപ്പെടും അല്ലെ, അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ കുറവ് വരും. അതുകൊണ്ട് തന്നെ ശരിയായൊരു ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി നമുക്ക് എപ്പോഴും ഏതൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ആവശ്യമാണ്. അത് ഏത് രീതിയിലുള്ള വിതരണവുമാവാം. ചിലപ്പോ ആളുകളിലൂടെ നേരിട്ട് കൊണ്ടു കൊടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെത്തേഡുകളിലൂടെ ആവാം. അത് എങ്ങനെയാണ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആണോ വേണ്ടത് അതിനെ കുറിച്ചുള്ള തീരുമാനം ഇവിടെ എടുക്കുന്നുണ്ട്. അത് ശരിയായ സാധനങ്ങള് ശരിയായ സ്ഥലത്തും ശരിയായ സമയത്തും അവർക്ക് എത്തിച്ചു നൽകുക എന്നതും ഈ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. നെക്സ്റ്റ് വരുന്നത് സെലക്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ചാനൽസ്. എന്താ മാർക്കറ്റിംഗ് ചാനലുകൾ തിരഞ്ഞെടുക്കുന്നു എന്ന് വെച്ചാല് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ അല്ലെ. ആ പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് അല്ലെങ്കിൽ കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചിലപ്പോ ചില ആളുകളിലൂടെയാണ് അല്ലെ. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി, ഒരു കർഷകരുടെ കാര്യം തന്നെ നമ്മൾ എടുക്കുക. അവർ ഒരുപാട് കൃഷി ചെയ്തുണ്ടാക്കി. അവരെന്ത് ചെയ്യാറുണ്ട്, ആളുകൾ അവിടെ അടുത്തുള്ള ലൊക്കാലിറ്റിയിലുള്ള ആളുകൾക്ക് നേരിട്ട് വിതരണം ചെയ്യാറുണ്ട് സാധനം അല്ലെ. നേരിട്ട് സെയിൽ ചെയ്യാറല്ലേ. അതെ, അതല്ലെങ്കിൽ ശരിയാണ് ഇന്റർമീഡിയേറ്ററി അല്ലെ, മറ്റാരുടെയെങ്കിലും മീഡിയേറ്ററോട് അല്ലെങ്കിൽ മധ്യസ്ഥരുമായി ബന്ധപ്പെട്ട് അല്ലെ. അതെങ്ങനെയാണ്, പല ഏജൻസ് വഴിയാവാം അല്ലെ, അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് മുതലായിട്ടുള്ള ബ്രോക്കേഴ്സ് മുതലായ ആളുകളെ ഉൾപ്പെടുത്തി അങ്ങനെയും നമുക്ക് സെയിൽ ചെയ്തൂടെ അല്ലെ. അങ്ങനെ ഏത് നമ്മൾ ഈ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ആരിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിൽ എത്തിക്കാൻ പറ്റും അല്ലെ. ഏത് തരത്തിലുള്ള മാർക്കറ്റിംഗ് ചാനലുകൾ സെലക്ട് ചെയ്താണ് നമ്മൾ ഇത് വിൽപ്പന നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതെ, ഒരുപാട് മെത്തേഡുകളിലൂടെ നമുക്ക് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ ഏത് തരത്തിലുള്ള രീതിയിലായിരിക്കണം ഈ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഈ പ്ലേസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിലാണ് ഉൾപ്പെടുന്നത്. മനസ്സിലായോ? ഇപ്പൊ പ്ലേസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. എന്താ എൻഡ് യൂസേഴ്സ് പറഞ്ഞാൽ ഇവിടെ അന്തിമ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് അല്ലെ. അവരിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസുകൾ അല്ലെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും വിതരണം ചെയ്യുന്ന രീതിയാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. അതില് ഇവിടെ ഏത് തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സാധനങ്ങളെ എങ്ങനെ വിതരണം ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതായത് ശരിയായ സാധനങ്ങള് ശരിയായ സമയത്തും ശരിയായ സ്ഥലത്തും എത്തിച്ചു നൽകുക എന്നതാണ് ഇവിടുത്തെ പ്രാധാന്യം നൽകുന്ന കാര്യം. അതുപോലെ സെലക്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ചാനൽ, ഏത് തരത്തിലുള്ള മാർക്കറ്റിംഗ് ചാനലുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഡയറക്റ്റ് സെല്ലിംഗ് വേണോ, അല്ലെങ്കിൽ ഇന്റർമീഡിയേറ്റർ ആയിട്ട് ഏതെങ്കിലും ഏജൻസി വഴിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോൾസെയിലേഴ്സ് മുഖേനയോ റീറ്റെയിലേഴ്സ് മുഖേനയോ, അങ്ങനെ ഏത് രീതിയിൽ ഈ പ്രൊഡക്റ്റുകൾ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള തീരുമാനങ്ങളും ഈ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയുടെ ഉള്ളിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി. പ്ലേസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. നമ്മൾ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. മിസ് ഇമ്പോർട്ടന്റ് ഭാഗം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് തന്നെ വെച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാട്ടോ. ബാക്കി 2 സ്ട്രാറ്റജി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാമേ. ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ടൈം കംപ്ലീറ്റ് ആവാറായി, തീർക്കാനായിട്ടുള്ള സമയമില്ല. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയതായിട്ട് 2 സ്ട്രാറ്റജീസും തുടങ്ങാം കേട്ടോ. താങ്ക് യു. Thank you, Miss. Thank you.